ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിതിൻ. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ്. അതായത് ടൈപ്സ് ഓഫ് ഡി എസ് എസ്. ഡി എസ് എസ് എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഓർഗനൈസേഷന് ഡിസിഷൻ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്നാണ് കണക്കാക്കുന്നത്. അതായത് ഡിസിഷൻ എടുക്കുക അല്ല, ഡിസിഷൻ എടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ഡി എസ് എസ്. അപ്പോൾ അതിൻ്റെ ടൈപ്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സോ അതിലേക്ക് കിടക്കാം. ടൈപ്സ് ഓഫ് ഡി എസ് എസ്. അതിൽ ദർ ആർ 9 ടൈപ്സ് ഓഫ് ഡി എസ് എസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ മോഡേൺ ഡ്രിവൺ ഡി എസ് എസ്, സെക്കൻഡ് വൺ ഡാറ്റ ഡ്രിവൺ ഡി എസ് എസ്, തേർഡ് വൺ കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ ഡി എസ് എസ്, ഫോർത്ത് വൺ ഡോക്യുമെൻറ്റ് ഡ്രിവൺ ഡി എസ് എസ്, ഫിഫ്ത്ത് വൺ നോളജ് ഡ്രിവൺ ഡി എസ് എസ്, സിക്സ്ത് വൺ വെബ് ബേസ്ഡ് ഡി എസ് എസ്, സെവൻത്ത് വൺ പേഴ്സണൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, എയ്ത്ത് വൺ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, ദെൻ ലാസ്റ്റ് വൺ ഡെസ്ക്ടോപ്പ് ഡി എസ് എസ്. ഇതിൽ ആദ്യത്തെ 4 ഞാൻ എടുക്കുന്നത്. അപ്പം അതിലേക്ക് വെക്കാം. ഫസ്റ്റ് മോഡേൺ ഡ്രിവൺ ഡി എസ് എസ്. മോഡൽ ഡ്രിവൺ ഡി എസ് എസ് ആർ കോംപ്ലക്സ് സിസ്റ്റം. അതായത് ഈ മോഡൽ ഡ്രിവൺ ഡി എസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ദാറ്റ് ഹെൽപ്പ് അനാലിസിസ് ഡിസിഷൻസ് ഓർ ചൂസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. അതായത് ഡിസിഷൻ അനാലിസിസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓപ്ഷൻസിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ this type of DSS utilize model to perform what if or other kinds of analysis. അതായത് ഈ ഒരു ടൈപ്പ് ഡി എസ് എസ് മോഡലിൻ്റെ ബേസിലാണ്, മോഡലിനനുസരിച്ചിട്ട് മോഡൽ യൂട്ടിലൈസ് ചെയ്തിട്ട് പല അനാലിസിസും നടത്തും. അതുപോലെ തന്നെ ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇനി എന്തെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കും. അതായത് ഹിയർ ഡിസിഷൻ മേക്കർ യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിമുലേഷൻ ഓർ ഫിനാൻഷ്യൽ മോഡൽ ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ ഓർ സ്ട്രാറ്റജി. അതായത് ഡിസിഷൻ മേക്കേഴ്സ് ഡിഫറെൻറ്റ് തരത്തിലുള്ള മോഡൽസ്, അതായത് ഒരു സ്റ്റാറ്റിക്കൽ സിമുലേഷനോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മോഡലോ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള മോഡലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലെത്തുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയിൽ എത്തുന്നു. അതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ദീസ് ഡിസിഷൻ ആർ ബേസ്ഡ് ഓൺ മോഡൽസ്. അതായത് എന്തായാലും മനസ്സിലാക്കുക, മോഡലിൻ്റെ ബേസിലേക്കും ഈ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാം. ദീസ് ആർ യൂസ്ഡ് ബൈ മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ് ഓഫ് എ ബിസിനസ് ഓർ പീപ്പിൾ who interact with the organization for a number of purpose depending on how the model is set up. അതായത് ഒരു മോഡൽ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക, അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന പല വ്യത്യസ്തമായ ഇതുണ്ടാവും, നമ്പർ ഓഫ് പർപ്പസ് ഉണ്ട്. അതായത് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കായിട്ട് ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് മെമ്പറോ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരായിക്കോട്ടെ, അവരൊക്കെ ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്കാരായിരിക്കും. അപ്പോൾ അവരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഷെഡ്യൂളിംഗ്, ഡിസിഷൻ അനാലിസിസ് എന്നിവ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. Then the last, these DSS can be deployed via software, hardware in standalone personal computers, client or server system or web. അതായത് ഈ ഒരു ഡി എസ് എസ് വിന്യസിക്കപ്പെട്ട്, അതായത് ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ ഓർ ഹാർഡ്വെയറിന് സ്റ്റാൻഡലോൺ പേഴ്സണൽ കമ്പ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ ക്ലയൻറ്റ് ഓർ സെർവർ സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ വെബ് വഴിയാണ് ഈ ഒരു ഡി എസ് എസ് വിന്യസിച്ചിരിക്കുന്നത്, അതായത് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത്. ദെൻ സെക്കൻഡ് വൺ ആണ് ഡാറ്റ ഡ്രിവൺ ഡി എസ് എസ്. ഡാറ്റ ഡ്രിവൺ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡി എസ് എസ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ ഫൗണ്ട് ഇൻ ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷണൽ സിസ്റ്റംസ് ആർ അനലൈസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ ഫൗണ്ട് ചെയ്തിട്ട് അത് എന്തിനാ വെച്ചാൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി അനലൈസ് ചെയ്യാം, ഒരു കറക്റ്റായ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി ആ ഡാറ്റകളൊക്കെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു. അതാണ് ഡാറ്റ ഡ്രിവൻ എന്ന് പറഞ്ഞാൽ. അതായത് ഡാറ്റ ഫ്രം ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ആർ കളക്റ്റഡ്. അതായത് നമ്മൾ തൊട്ട് മുന്നത്തെ പഠിച്ചിട്ടുണ്ട്, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡാറ്റ കളക്ട് ചെയ്യലും അതുപോലെ തന്നെ റിട്രീവൽ ചെയ്യലും സ്റ്റോറേജ് ചെയ്യലുമാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു മെത്തേഡിന് ഡാറ്റ വരുന്നത്. ദെൻ ദ ഡാറ്റ ക്യാൻ ബി ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ ആൻഡ് ഇൻ എ വെറൈറ്റി ഓഫ് ഫോർമാറ്റ്. അതായത് ഡാറ്റ ഇൻറ്റേർണൽ ആവാം, എക്സ്റ്റേണൽ ആവാം, അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഫോർമാറ്റിലാവാം. മോസ്റ്റ് ഡാറ്റ ഡ്രിവൺ ഡി എസ് എസ് ആർ ടാർഗറ്റഡ് അറ്റ് മാനേജേഴ്സ്, സ്റ്റാഫ് ആൻഡ് ഓൾസോ പ്രൊഡക്റ്റ് സർവീസ് സപ്ലൈസ്. അതായത്
മോസ്റ്റായിട്ട് അധികമായിട്ട് ഈ ഒരു ഡാറ്റ ഡ്രിവൺ DSS ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മാനേജേഴ്സിനും അതുപോലെ തന്നെ സ്റ്റാഫിനും ആൻഡ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് സപ്ലയേഴ്സിനാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്വറി എ ഡാറ്റാബേസ് ഓർ എ ഡാറ്റ വെയർഹൗസ് ടു സീക്ക് സ്പെസിഫിക് ആൻസർ ഫോർ സ്പെസിഫിക് പർപ്പസ്. അതായത് ഒരു സ്പെസിഫിക് പർപ്പസിൽ ഒരു സ്പെസിഫിക് ആൻസറിന് വേണ്ടി ഒരു ഡാറ്റാബേസോ അല്ലെങ്കിൽ ഒരു ഡാറ്റ വെയർഹൗസോ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. Then it is deployed via mainframe system, client or server link or via the web. അതായത് ഈ ഒരു DSS പിന്നെ ഒരു മെയിൻ ഫ്രെയിം സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ ഒരു സെർവർ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഒരു വെബ് വഴിയാണ് ഇത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു DSS വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ഡിപ്ലോയ്ഡ് ചെയ്തിരിക്കുന്നത്. അതാണ് സെക്കൻഡ് ആണ്. തേർഡാണ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS. This is a type of DSS that enhances decision making by enabling communication and sharing of information between groups of people. അതായത് ഇവിടെ ഒരു ഡിസിഷൻ ഇനേബിൾ ചെയ്യുക പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഷെയറിങ് ഓഫ് ഇൻഫർമേഷൻ, അതായത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പരസ്പരം ഷെയർ ചെയ്തോ, അതായത് ഗ്രൂപ്പ് തമ്മിലോ അല്ലെങ്കിൽ പേഴ്സൺസ് തമ്മിലോ പരസ്പരം ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടോ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ഇവർ ഡിസിഷൻ എടുക്കുക. അതായത് ഒരങ്ങനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല ഏതാണെന്നൊക്കെ തീരുമാനം എടുക്കണം. അങ്ങനെയാണ് ഇത് ഡിസിഷൻ മേക്ക് ചെയ്യണത്. ഇതിൽ മോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS ആർ ടാർഗറ്റഡ് അറ്റ് ഇൻറ്റേർണൽ ടീംസ് ഇൻക്ലൂഡിങ് പാർട്ട്നേഴ്സ്. അതായത് മോസ്റ്റായിട്ട് ഈ ഒരു ഡാറ്റ, അതായത് മോസ്റ്റായിട്ട് ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണൽ ടീംസിനാണ്, അതായത് ഓർഗനൈസേഷനിലുള്ള ടീംസിനാണ്, ഇൻക്ലൂഡിങ് പാർട്ട്നേഴ്സ്, അതായത് പാർട്ട്നേഴ്സിനും ഇതിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഇത് ബാധകമല്ല, ഓൺലി ഇൻറ്റേർണൽ ടീംസ്. ഇറ്റ്സ് പർപ്പസ് ആർ ടു ഹെൽപ്പ് കണ്ടക്ട് എ മീറ്റിംഗ് ഓർ ഫോർ യൂസേഴ്സ് ടു കൊളാബറേറ്റ്. അതായത് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിന് പരസ്പരം കൊളാബറേറ്റ് ചെയ്യാനോ ആണ് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് കോമൺ ടെക്നോളജി യൂസ്ഡ് ടു ഡിപ്ലോയ് ദ DSS വെബ് ഓർ ക്ലയൻറ്റ് സെർവർ. ഇത് സാധാരണ കോമൺ ആയിട്ടുള്ള ടെക്നോളജി ആയിട്ടുള്ള ക്ലയൻറ്റ് സെർവർ അല്ലെങ്കിൽ ഒരു വെബ് എന്ന വഴിയാണ് ഇത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് സോഫ്റ്റ്വെയർ, ഓൺലൈൻ കൊളാബറേഷൻ ആൻഡ് നെറ്റ് മീറ്റിംഗ് സിസ്റ്റം, അതൊക്കെയാണ്. ദെൻ ദ ലാസ്റ്റ് വൺ ഇൻ മൈ ടോപ്പിക്, ഡോക്യുമെൻറ്റ് ഡ്രിവൺ DSS. Document driven DSS is focused on the retrieval and management of unstructured document. അതായത് അൺസ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റിൻ്റെ റിട്രീവലും അതുപോലെ തന്നെ അതിൻ്റെ മാനേജുമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, ഈ ഒരു ഡോക്യുമെൻറ്റ് ഡ്രിവൺ DSS ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഇത് സിമിലർ ടു കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS. അതായത് ഈ ഒരു ഡോക്യുമെൻറ്റ് ഡ്രിവൺ DSS കമ്മ്യൂണിക്കേഷൻ ഡ്രിവൺ DSS ആയിട്ട് സിമിലർ ആണ്. ഇറ്റ് മിയർലി സെർവ് ആസ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. The purpose of such as a DSS to search web pages and to find a document on a specific set of keywords or search terms. അതായത് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു വെബ് പേജ് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫൈൻഡ് എ ഡോക്യുമെൻറ്റ്, അതായത് ഒരു കീവേഡ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു സെർച്ച് ടേംസിൻ്റെയോ ഒരു ഡോക്യുമെൻറ്റ് ഫൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വെബ് പേജ് സെർച്ച് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഈ ഒരു DSS ഉപയോഗിക്കുന്നത്. അതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ. Then this DSS model uses document in a variety of data types such as text document, spreadsheet and database record to come up with decisions. അതായത് ഈ ഒരു DSS മോഡൽ വ്യത്യസ്തമായുള്ള ഡാറ്റേൻ്റെ ബേസിലുള്ള ഡോക്യുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്, സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ്, ഡാറ്റ റെക്കോർഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഡിസിഷൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഡോക്യുമെൻറ്റ് ഡ്രിവൺ DSS ആർ മോർ കോമൺ ടാർഗറ്റഡ് അറ്റ് എ ബ്രോഡ് ബേസ് ഓഫ് യൂസർ ഗ്രൂപ്പ്. അതായത് ഈ ഒരു DSS ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു, അതായത് ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂസർ ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, വലിയ ഗ്രൂപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ യൂഷ്വൽ ടെക്നോളജി യൂസ്ഡ് ടു സെറ്റപ്പ് സച്ച് DSS ആർ വിയ വെബ് ഓർ ക്ലയൻറ്റ് ഓർ സെർവർ സിസ്റ്റം. അതായത് യൂഷ്വലായിട്ടുള്ള ടെക്നോളജിയായ വെബ് വഴിയോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് ലിങ്കോ അല്ലെങ്കിൽ സെർവർ ലിങ്ക് വഴിയോ ആണ് ഈ ഒരു DSS സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ ടോപ്പിക്കിൻ്റെ നാലെണ്ണം. ഈ ഒരു DSS എന്താണെന്ന് വെച്ചാൽ ഓരോ ഓർഗനൈസേഷനും
ഓരോ ഓരോ ബേസിലേക്കും ഡിസിഷൻ ഓരോ ബേസിലേക്കും അല്ലെങ്കിൽ ഓരോ മെത്തേഡിലേക്കും ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഈ ഓരോ ഓർഗനൈസേഷനും വ്യത്യസ്തമായ DSS ആയിരിക്കും തിരഞ്ഞെടുക്കുക, അതിൻ്റെ ഓരോ ഓർഗനൈസേഷൻ്റെ ആവശ്യത്തിനനുസരിച്ച്. സോ ഇതൊക്കെയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.